പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ചലച്ചിത്ര സംവിധായകൻ അഭിലാഷ് ബാബു. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എല്ലാ കാലത്തും നമുക്ക് പുതിയ സംവിധായകരെ തരാറുണ്ട്. ഇത്തവണ വളരെ ശ്രദ്ധേയമായ ഒരു ചിത്രത്തിൻ്റെ ഒരു സംവിധായകനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ അഭിലാഷ് ബാബു. സ്വാഗതം പരിപാടിയിലേക്ക്. നമസ്കാരം. ഏറ്റവും പുതിയ വിശേഷം, പുതിയൊരു ചിത്രത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയായത് വലിയ വാർത്തയായിരിക്കുന്നു. നമുക്ക് ആ സമയത്താണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കൃഷ്ണാഷ്ടമി എന്നാണ് ചിത്രത്തിൻ്റെ പേര്. വൈലോപ്പിള്ളിയുടെ കവിതയിൽ നിന്നുള്ള അഡാപ്റ്റേഷനാണ് എന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അതിന് ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട്, ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്നാണ്. നമുക്ക് സംവിധായകൻ്റെ ആദ്യത്തെ കമൻറ്റുകളിൽ നിന്ന് നമുക്ക് തുടർന്ന് സംസാരിക്കാം. ഈ പറഞ്ഞ പോലെ കൃഷ്ണാഷ്ടമി എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. 2023 ആലോകം റേഞ്ചസ് ഓഫ് വിഷൻ, അതിനുശേഷം ആയുന്നു മാറി വരെയുന്നു നിശ്വാസങ്ങൾ കഴിഞ്ഞ IFFKയിൽ പ്രീമിയർ ചെയ്ത സിനിമയായിരുന്നു 24. അതിനുശേഷം ചെയ്യുന്ന സിനിമയാണ് കൃഷ്ണാഷ്ടമി. അത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കൃഷ്ണാഷ്ടമി എന്ന് പറയുന്ന കടൽക്കാക്കകൾ എന്ന കളക്ഷനിലുള്ള ഒരു കവിതയെ ബേസ് ചെയ്തുള്ളതാണ്. അതിൽ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഒരു സബ് ടൈറ്റിൽ പോലെ കൊടുത്തത് ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന് പറയുന്നത്. അത് ഈ കവിത അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ചില ആൾക്കാരെ അവർ അധികാരികളുടെ താല്പര്യപ്രകാരം ജയിലിനകത്തേക്കും ജയിലിന് പുറത്തേക്കും കരിയിലുകൾ പോലെ പറക്കുന്നു എന്ന് വൈലോപ്പള്ളി ആ കവിതയിൽ തന്നെ പറയുന്നു. അല്പരസപുരികത്താൽ അങ്ങോർ കൽപ്പനയൊന്ന് കൊടുക്കുന്നു, അപ്പോഴകിഞ്ചനരങ്ങിങ് കാറ്റിൽ ചപ്പില പോലെ പറക്കുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും ആ ലൈൻ ഞങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ കവിതയെ മൊത്തത്തിൽ സമ്മറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ അത് കവിത കൺവേ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കവിതയിലെ ആ വരികളും അതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ വരികളിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ടൈറ്റിൽ വരുന്നത്. ഈ ഡ്രൈ ലീവ്സ് കരിയിലകളുടെ കഥയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുമിച്ച് അടിഞ്ഞുകൂടുന്ന കരിയിലകൾ, ആ കരിയിലകൾ അടുത്ത കാറ്റടിക്കുമ്പോൾ മറ്റെങ്കിലേക്കോ പറന്നു പോകുന്നു എന്നുള്ള രീതിയിലാണ് കവിതയും ഈ സിനിമയൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാരണങ്ങളുമില്ലാതെ സാധാരണക്കാരുടെ മുകളിൽ അധികാരം പ്രയോഗിക്കപ്പെടുകയും അതിന് ഇരയാവുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുടെ ജീവിതങ്ങളാണ് ആ സിനിമ പറയുന്നത്, കവിതയും അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ടാഗ് ലൈൻ ഉപയോഗിച്ചത്. ആദ്യത്തെ 2 സിനിമകളും ക്രൗഡ് ഫണ്ടഡ് ആയിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ബാനറുണ്ട്, പിന്നെ ജിയോ ബേബി എന്ന് പറയുന്ന ഒരു പേരുണ്ട്. സംവിധായകൻ എന്ന നിലയിൽ, നടൻ എന്ന നിലയിലും ആളുകൾക്കെല്ലാം പരിചിതമായിട്ടുള്ള മുഖമാണ് അദ്ദേഹം. സംഗീതം ചെയ്യാൻ ഔസേപ്പച്ചൻ സാർ വരുന്നു, പാട്ടുകൾ പാടിയിരിക്കുന്ന വിദ്യാരമാഷാണ്. അങ്ങനെ മെയിൻ സ്ട്രീം സിനിമകൾ കാണുന്ന ആൾക്കാർക്ക് പരിചയമുള്ള ഒരുപാട് പേരുകൾ ഈ മൂന്നാമത്തെ സിനിമയിൽ വരുന്നു. അതിനെക്കുറിച്ച് അതെ, ഞാൻ ആദ്യത്തെ 2 സിനിമകൾ ചെയ്തത് ക്രൗഡ് ഫണ്ടിങ് ആയിട്ട്, ജനകീയ ധനസമാഹരണം എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ആൾക്കാരിൽ നിന്ന് പൈസ സ്വീകരിക്കുക, പൈസ കൊണ്ട് സിനിമ ഉണ്ടാക്കുക, ആൾക്കാരെ സിനിമ കാണിക്കുക എന്നുള്ളത്. സത്യത്തിൽ മൂന്നാമത്തെ സിനിമയും അങ്ങനെ തന്നെയാണ് ആരംഭിച്ചത്. പക്ഷേ ഇതിന് മ്യൂസിക്കിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമ ആയതുകൊണ്ട് അതിനെപ്പറ്റി ഗ്രാഹ്യമുള്ള ഒരാൾ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഔസേപ്പച്ചൻ സാറിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒട്ടും പ്രതീക്ഷയിലല്ല പോയത്. അതേ ഈ പറഞ്ഞ പോലെ മലയാളത്തിലെ ഒരു ഫിനോമിനൻ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നു. പക്ഷേ അദ്ദേഹത്തിനെ നമ്മൾ സംസാരിക്കുമ്പോൾ അറിഞ്ഞൊരു കാര്യം, വൈലോപ്പിള്ളി അദ്ദേഹത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചേച്ചി ഇവിടെ ടീച്ചറായി ജോയിൻ ചെയ്യുന്ന സമയത്ത് വൈലോപ്പിള്ളി അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ ചേച്ചിയും വൈലോപ്പിള്ളിയും സഹപ്രവർത്തകരായിരുന്നു. അവിടെ ഔസേപ്പച്ചൻ സാറ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ചേച്ചിക്ക് ഹൃദയത്തിനൊക്കെ ഒരു അസുഖം വന്ന സമയത്ത് ഒരു ഓപ്പറേഷനൊക്കെ ഉണ്ട്. ഞാനത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ റിക്കവർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ ചേച്ചി ആരോഗ്യവതിയായി അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. അന്നേരം വൈലോപ്പിള്ളി പുള്ളിക്കാരിയെ പറ്റി ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു, മെഴുകുതിരികൾ എന്ന് പറയുന്ന. അപ്പോൾ പേര് പറഞ്ഞില്ല, കവിതയെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ പോയി വൈലോപ്പിള്ളി സമ്പൂർണ്ണത്തിൽ നിന്ന് സിനിമയുടെ തന്നെ അസോസിയേറ്റ് ആയിട്ടുള്ള അഭിജിത്തിൻ്റെ സഹായത്തോടുകൂടി ഞങ്ങൾ ആ കവിതയൊക്കെ തപ്പിയെടുത്ത് തിരിച്ചയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വൈലോപ്പിള്ളിയായിട്ട് ഒരു ആത്മബന്ധമുള്ള ഒരു ആളാണ് ഔസേപ്പച്ചൻ സാർ. നേരത്തെ മലയാളത്തിൽ തന്നെ അടത്തക്കിളി എന്ന് പറയുന്ന ഒരു കവിത അദ്ദേഹം സിനിമയിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ മലയാളത്തിലെ വൈലോപ്പിള്ളിയെ സിനിമയിലേക്ക് ഉപയോഗിച്ച ഒരു കമ്പോസറാണ് അദ്ദേഹം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സിനിമയിൽ വർക്കായി എന്നുള്ളതാണ്. അപ്പോൾ സിനിമയുടെ BGM-ഉം പാട്ടുകളുടെ കോമ്പോസിഷനും ഒക്കെ ചെയ്യാമെന്ന് സമ്മതിച്ചു. പിന്നെ ബാക്കി കാസ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാറിൻ്റെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഔസേപ്പച്ചൻ സാർ ഇതിൽ വന്നതോടുകൂടി തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു മെയിൻ സ്ട്രീമിൻ്റെ ഒരു എലമെൻറ്റ് ഇതിലോട്ട് വരികയാണ്. സത്യത്തിൽ GVB പരിചയപ്പെടുന്ന IFFK ടൈമിലാണ്. കഴിഞ്ഞ IFFKയുടെ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. നമുക്ക് അതിനു മുമ്പ് പരിചയമില്ല. പക്ഷേ സിനിമ കണ്ടതിന് ശേഷം എനിക്കൊരു കൺഗ്രാജുലേഷൻ മെസ്സേജ് പുള്ളി വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു, സിനിമ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതിലൊരു മെയിൻ കഥാപാത്രത്തെ പുള്ളിയെ കൊണ്ട്
ചെയ്യിപ്പിച്ചാൽ ആലോചന. അതും അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തപ്പോൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിയും ഇതിലോട്ട് വരുന്നു. അപ്പോൾ ഈ രണ്ട് ആൾക്കാർ ഇത് വന്നതോടുകൂടി സിനിമയുടെ ഒരു സ്വഭാവത്തിൽ ചെറുതായിട്ട് മാറ്റം വന്നു. പക്ഷേ ക്രൗഡ് ഫണ്ടഡ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. കുറച്ച് പൈസ ഒക്കെ സമാഹരിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. പിന്നെ ഔസേപ്പച്ചൻ സാറ് റെഫർ ചെയ്തിട്ടാണ് ഞാൻ അനിൽ സാറിനെ കാണുകയും കഥ പറയുകയും പുള്ളി അത് ചെയ്യാം. അപ്പോഴും എൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, സിനിമയിൽ പ്രൊഡ്യൂസേഴ്സ് വന്ന് നമ്മളെ ഇടപെട്ട് ഈ രീതിക്ക് വഴിതിരിച്ച് വിടണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യുകയേ വഴിയുള്ളൂ. പക്ഷേ അനിൽ സാറ് വളരെ പോസിറ്റീവായിട്ട് തന്നെ കഥ കേട്ടിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഇടുകയായിരുന്നു. പിന്നെ അതിലും വലിയ മാറ്റങ്ങൾ വരുത്താനും പറ്റില്ല. വൈലോപ്പിള്ളിയുടെ കഥയെ ബേസ് ചെയ്തിട്ടാകുമ്പോൾ അങ്ങനെയും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ കൂടി ഞങ്ങൾക്കുണ്ട്. സിനിമ അല്ലാതെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു വിശ്വാസത്തിൽ പോകുന്നു. അപ്പോഴത്തേക്ക് ഈ പ്രൊഡ്യൂസേഴ്സ് വരുന്നു. പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്മൂത്തായി പെട്ടെന്ന് കംപ്ലീറ്റ് ആവുകയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ ആഴ്ച തീർന്നു. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എഡിറ്റിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതാണ് സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ. 8 ദിവസം കൊണ്ടാണ് സിനിമ പൂർത്തിയാക്കിയിരിക്കുന്നത്. പൊതുവേ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത് ശീലിച്ചത് കൊണ്ടാണോ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തീർക്കണമെന്നുള്ളൊരു 8 മണിക്കൂർ എന്നെ സംബന്ധിച്ചുള്ള ഒരു അത്ഭുതമല്ല. ഞാൻ കഴിഞ്ഞ സിനിമ കംപ്ലീറ്റ് ചെയ്ത് 13 മണിക്കൂർ കൊണ്ടാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ ബഡ്ജറ്റിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് പ്രീ പ്രൊഡക്ഷൻ കുറച്ച് എക്സ്റ്റെൻസീവ് ആവും. എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാമെന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്ലാൻ ഞങ്ങളുണ്ടാക്കും. അതിനുശേഷമായിരിക്കും അതിൻ്റെ പ്രൊഡക്ഷനിലോട്ട് പോകുന്നത്. ബാക്കി ഇതിൻ്റെ എല്ലാ റിസോഴ്സുകളെയും സമയം ഉൾപ്പെടെയുള്ള റിസോഴ്സുകൾ ലാഭിക്കുക എന്നുള്ള പൈസയും ഒക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സ് അപ്പോഴും തന്നെ ആരംഭിക്കുന്നത് കൊണ്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകളെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. അവരിപ്പോൾ ഒരു ടേക്ക് അധികം എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ പറഞ്ഞാൽ കുറച്ച് സമയം നീട്ടി നമുക്ക് എടുക്കണമെങ്കിൽ പോലും ഒരർത്ഥത്തിൽ അത് എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് തോന്നും. പക്ഷേ എന്നാൽ പോലും അവർ മാക്സിമം സഹകരിക്കുന്നു, മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ ജിയോ ബേബി ചേട്ടൻ വരുന്ന സമയത്തും മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെയായിരുന്നു. പുള്ളിയും മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരുന്നു. പുള്ളി തുടങ്ങിയത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള ക്രൂവിനെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതിൽ 7 പാട്ടുകളുണ്ട്. ഇതിൻ്റെ ഒരു നരേറ്റീവ് ടെക്നിക്ക് ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു സംഗതി വെളിയിൽ വിടുന്നില്ല. ആ ഒരു ജോണറിൽ മലയാളത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ സിനിമയാണ്. അത് എന്താണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഇത്രയും പെട്ടെന്ന് നടക്കുന്നത്. കഴിഞ്ഞ സിനിമയും 13 മണിക്കൂർ കൊണ്ട് സംഭവിച്ചത് ആ ഒരു മോക്യുമെൻ്ററി സ്റ്റൈൽ ആയതുകൊണ്ടാണ്. അല്ലാത്തൊരു സിനിമ മാസങ്ങളോളം പോകും. 7 പാട്ടുകൾ ഒരു ദിവസം കൊണ്ട് ചിത്രീകരിക്കുന്നത്. ജിയോ ചേട്ടൻ തന്നെ കമൻറ്റ് ചെയ്തത് ലോക സിനിമയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് കളിക്ക് പറയുകയും ചെയ്തു. അത് സംഭവം സത്യമാണ്. സാധാരണ ഓരോ പാട്ടും നമുക്ക് 7 ദിവസങ്ങൾ വേണ്ടി വരുന്ന സമയത്താണ് 7 പാട്ടുകൾ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ ഫാസ്റ്റ് ആയിരുന്നു എല്ലാ പ്രോസസ്സുകളും. ഇപ്പോൾ പാട്ടുകളെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇതൊരു പാട്ട് പരിപാടി കൂടിയാണ്. അപ്പോൾ നമുക്കൊരു ആദ്യത്തെ പാട്ട്, ഒരു ഇഷ്ടഗാനം പറയാൻ പറഞ്ഞാൽ ഏത് പാട്ട് പറയും? ഭാസ്കര മാഷ് എൻ്റെ ഒരു ഫേവറേറ്റ് ലിറിസിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പലപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. മലയാളത്തിൻ്റെ ഒരു നാടൻ സിനിമാ ഗാനശാലയ്ക്ക് സ്ട്രക്ചർ അദ്ദേഹമാണെന്ന് തന്നെ പറയാം. ഭാർഗവി നിലയം, ബഷീർ, അങ്ങനെയുള്ള കുറേ എലമെന്റ്സ് ഒക്കെ എൻ്റെ ഫേവറേറ്റ്സുകളുടെ ഒരു സംഘമാണ് ആ സിനിമ. അതിലെല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. പൊട്ടി തകർന്ന ടത്തപ്പനിൻ ഒക്കെ ഇഷ്ടമാണ്. എന്നാലും അതിൽ ഒരു പാട്ട് പറയാം, അത് താമസമെന്തേ വരുവാനാണ്. ബാബുരാജിന്റെ സംഗീതം, യേശുദാസാണ് പാടിയിരിക്കുന്നത്. അതിന്റെ സിത്താറിന്റെ മീട്ടലുകൾ പോലും നമ്മുടെ മനസ്സിലിങ്ങനെ അതിൻ്റെ ഒരു സിത്താർ വേർഷനാണ് എൻ്റെ ഡയലക്ട്. മലയാളികൾ ഉള്ള കാലം മുഴുവൻ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു പാട്ടാണത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ. ഞാൻ ചോദിക്കാനുള്ള ചോദ്യം, ഇതൊരു മ്യൂസിക്കലായിട്ടാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു. അപ്പോൾ നരേഷനകത്ത് ചില വ്യത്യാസങ്ങളുണ്ട്, ടെക്നിക്കുകളുണ്ട് എന്നെങ്കിലും പറഞ്ഞുവെങ്കിലും എങ്ങനെയാണ് ഈ പാട്ടുകൾ പറയാവുന്നിടത്ത് ഇത്രയും? അല്ല, നരേറ്റീവ് ടെക്നിക്ക് ഉദ്ദേശിച്ചത് മ്യൂസിക്കലല്ല, അത് വിഷ്വലി ഉള്ള ഒരു പ്രത്യേകതയാണ്. നരേറ്റീവ് ടെക്നിക്ക് നമ്മൾ മാറ്റി പിടിക്കുന്നതിൻ്റെ ഒരു കാരണം നേരത്തെ പറഞ്ഞ പോലെ ഫണ്ടിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് സിനിമയ്ക്ക് വെളിയിലൊരു കഥ രൂപീകരിക്കുന്നത്, അങ്ങനെയാണ് ആ ഒരു നരേറ്റീവ് ടെക്നിക്ക് രൂപപ്പെടുന്നത്. അത് സിനിമ കണ്ടതിന് ശേഷമാണ് കൂടുതൽ സംസാരിക്കുന്നത്. ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. മ്യൂസിക് സത്യത്തിൽ ഇതിലെ ക്യാരക്ടേഴ്സ് ഒരു പ്രത്യേക സ്ഥലത്ത് അവർ തടഞ്ഞു വെക്കപ്പെടുകയാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വിഷനാണ്. കവിതയിൽ അത് പറയുന്നുണ്ട്, ഒരു സ്വപ്നം ഉണ്ടാകുന്നുണ്ട്. ആ സ്വപ്നത്തിൽ സംഭവിക്കുന്ന പാട്ടുകളാണ്. ഒരു 11 ആൾക്കാർ ഒരു സ്ഥലത്ത് ഉണ്ട്, ഒരു ജയിലിൽ. അവിടെ ഇവരെല്ലാവരും കൂടെ ഒരു ഗാനമേള പോലെ, ഒരു കച്ചേരിയൊക്കെ പോലെ പാടുന്ന, അങ്ങനെ 7 ആൾക്കാർ അവർ പാടുന്നു. അതിൽ 2 ആൾക്കാർ പാടുന്നത് വൈലോപ്പിള്ളി മാഷിലെ തന്നെ ഈ കൃഷ്ണാഷ്ടമിയിലെ തന്നെ 2 ഭാഗങ്ങളാണ്. പിന്നെ 4 പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ ഒരു താരാട്ട് പാട്ടാണ്, സംസ്കൃതത്തിലുള്ളൊരു താരാട്ട് പാട്ട്, ഇതും കൂടിയാണ് ഉപയോഗിച്ചത്. അങ്ങനെയാണ് മൊത്തം 7 പാട്ടുകളുള്ളത്. പാട്ടുകൾ എഴുതി എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ എഴുത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ്. 2 കവിതാ സമാഹാരങ്ങളുടെ കർത്താവ് കൂടിയാണ്. എഴുത്ത് ആദ്യമേ തന്നെ കയ്യിലുണ്ട്. ഭാഷയാണ് പഠിച്ചത്, അതുകൊണ്ട് മാത്രമാണോ കവിതകൾ? അല്ല, ഞാൻ പലപ്പോഴും മറ്റ് സാഹിത്യ രൂപങ്ങളെക്കാളും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ, എന്നെ കുറച്ചുകൂടെ ആകർഷിക്കുന്നത് കവിതയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടൊരു രൂപമൊന്നുമില്ല. ഒരു 20 വയസ്സാവുന്ന സമയത്ത് തന്നെ ഞാൻ വേറൊരു ജോലിയിലൊക്കെ ഏർപ്പെട്ടത് കാരണം ഇടയ്ക്കിടയ്ക്കുള്ള സമയങ്ങളിൽ വായിക്കാൻ പറ്റുന്ന ഒരു രൂപം എന്നുള്ള രീതിയിൽ അതുകൊണ്ടൊക്കെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് നോവലുകളൊക്കെ സീരീസ് കുറച്ച് ടൈമൊക്കെ കൊടുത്ത് എന്നാലും ഞാൻ വായിക്കാറുണ്ട്. എന്നാൽ പോലും കൂടുതൽ ഇപ്പം നമുക്കിപ്പോൾ എന്താണ് ഒരു കവിതയെ പറ്റി കേൾക്കുന്നു, പെട്ടെന്ന് സെർച്ച് ചെയ്തതിന് ശേഷം പെട്ടെന്ന് വായിച്ച് തീർക്കാമല്ലോ. ഒരു 5 മിനിറ്റ് കൊണ്ട് വായിക്കാൻ പറ്റുന്ന കവിതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കവിതയാണ് ഞാൻ കൂടുതൽ വായിക്കാറുള്ളത്. ഞാൻ എഴുതിയതും 2 പുസ്തകങ്ങൾ വന്നിട്ടുള്ളത് കവിതയാണ്. കഴിഞ്ഞ സിനിമയിൽ തന്നെ എൻ്റെ ഒരു കവിത ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ടൈറ്റിലാണ് ആ മായുന്നു മാറി വരെയുന്നു നിശ്വാസങ്ങൾ. പിന്നെ എല്ലാം വായിക്കുമ്പോൾ നമുക്ക് നമ്മളിൽ തെളിയുന്നത് ഇമേജുകളാണ്. എന്നാൽ പോലും കുറച്ചുകൂടി
കണ്ടൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കവിതയിലാണ്. എൻ്റെ എല്ലാ സിനിമകളിലും ഏതെങ്കിലും തരത്തിൽ കവിത കയറി വരാറുണ്ട്. അതുകൊണ്ടൊക്കെ സബ് കോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു സംഗതിയായിരിക്കും കവിതയും സിനിമയും ഇമേജുകളുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ. അതിൽ നിന്ന് തന്നെ ഞാൻ തുടർന്ന് ചോദിക്കാൻ തോന്നുന്നു. ഇപ്പോൾ IFFKയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ശ്രദ്ധ നേടിയമായിരുന്നു മാറി വരുന്ന നിശ്വാസങ്ങളിൽ എന്ന സിനിമയുടെ പ്രൊമോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് താങ്കളുടെ കവിതയാണ്. കേൾവിക്കാരനെ സബ്ജക്റ്റീവായി നിർത്തിക്കൊണ്ട് നളിനിയെ ദൂരെ ഇരുത്തി വായിപ്പിക്കുകയാണ്. അത് അതിനകത്ത് പരന്നു വരയ്ക്കവേ നമ്മൾ വിയർക്കുന്നു, വിയർപ്പിനാൽ മായുന്നു, വരയ്ക്കവേ നമ്മൾ വിശ്വസിക്കുന്നു, അവ ആ ശ്വാസക്കാറ്റിൽ മായുന്നു എന്നാണ്. അത് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ നമ്മളെ സിനിമയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഇൻട്രോ വേണം എന്ന് ഉണ്ടായിരുന്നു. അത് സിനിമയുടെ ട്രെയിലറായിട്ട് ഞങ്ങൾ ഇറക്കിയതായിരുന്നു. അതൊരു വ്യത്യസ്തമായ ട്രെയിലറായിരുന്നു. അങ്ങനെയൊന്നും സാധാരണ കവിത ഇറക്കിക്കൊണ്ട് ഒരു ട്രെയിലർ ഇടാറില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സത്യത്തിൽ ആ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സമ്മറി പോലെയൊക്കെ ആ കവിത ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടാണ്. ആ സിനിമയ്ക്ക് വേണ്ടി എഴുതിയതാണ്. സത്യത്തിൽ ഞാൻ എഴുതിയ ഒരു കവിത കഥാപാത്രത്തിനെ കൊണ്ട് ചൊല്ലിക്കാം എന്നുള്ളതായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നീട് ഈ വർക്ക്ഷോപ്പൊക്കെ നടക്കുന്നു, സിനിമയുടെ 5 ദിവസം കൊണ്ടുള്ള വളരെ രസമായിട്ടുള്ള വർക്ക്ഷോപ്പൊക്കെ. അതിൻ്റെ ഇടയിലൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് എഴുതി തീർത്താണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇത് തന്നെ ഉപയോഗിക്കുക. അങ്ങനെയാണ് സിനിമയുടെ ടൈറ്റിലൊക്കെ അതിൽ നിന്നൊക്കെ രൂപപ്പെടുന്നത്. സത്യത്തിൽ ഇത് ഈ മനുഷ്യബന്ധങ്ങളുടെയൊക്കെ ഒരു എന്താണ് അതിൻ്റെ ഒരു എഫിമറാലിറ്റി, ഇപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എന്നൊക്കെ പറയുന്ന ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് ബന്ധങ്ങളുടെ രൂപം, മനുഷ്യ അവസ്ഥകളുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പാരസ്പര്യത്തിൻ്റെയൊക്കെ അവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ പറഞ്ഞ സിനിമയിൽ അധികാരത്തിൻ്റെ കാര്യം പറയുന്നത് പോലെ സാമൂഹ്യമായ ചില അധികാരങ്ങൾ മനുഷ്യൻ്റെ ബന്ധങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. ചിലതിൽ ടാബു കൽപ്പിക്കുന്നുണ്ട്, ചിലതാവാൻ പാടില്ല എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളെല്ലാം ഒരു കാറ്റടിച്ചാൽ പൊടി പാറുന്നത് പോലെ അത്രയ്ക്കൊക്കെ ഉള്ളൂ, അത്ര നിസ്സാരമാണ്. മനുഷ്യൻ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ജീവിതമാണ് മുമ്പോട്ട് പോകുന്നത്. അൾട്ടിമേറ്റ്ലി ജീവിതം മുമ്പോട്ട് പോട്ടെ എന്നുള്ള അർത്ഥത്തിൽ അതിനെ ഒന്ന് കണ്ടൻസ് ചെയ്ത ഒരു കവിതയായിരുന്നു. സിനിമയ്ക്ക് മുമ്പ് അതൊന്ന് മുമ്പോട്ട് വെച്ചാൽ കുറച്ച് രസകരമായിരിക്കും, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു ഇൻട്രോ പോലെ പറയാം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഇറക്കിയതാണത്. അതിൽ തന്നെ നമ്മൾ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ഇന്നതിനൊക്കെ ആയിരിക്കും, അല്ല ഇന്നതിനൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നത് കുറച്ച് നേരം കഴിഞ്ഞ് അവർ സംസാരിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഉടഞ്ഞുടഞ്ഞുടഞ്ഞ് പോകുന്നതായിട്ട് കാണാൻ പറ്റും. സാറിനെ പറയും പോലെ പുരോഗമനം എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വരെ മരുതി, അകത്ത് ഞാൻ തീരുമാനിക്കുമെന്നുള്ള എടുത്താണ് പല സ്ഥലത്ത് ഓരോ ക്യാരക്ടർ, എല്ലാ ക്യാരക്ടറും അവരെന്താണോ തുടക്കത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അതെല്ലാം അവർ പൊളിച്ച് കളയുന്നുണ്ട്. അത് ഈ വർക്ക്ഷോപ്പിനിടയിൽ അവരെ കൊണ്ട് തന്നെ പ്ലാൻ ചെയ്യിച്ചെടുത്തതാണോ? അതിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ സ്ട്രക്ചർ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്ലോട്ട് ലൈൻ മാത്രമേ നമ്മുടെ കയ്യിൽ ഉള്ളൂ. തുടക്കത്തിൽ ഇങ്ങനെ കാര്യങ്ങളാണ് വരേണ്ടത്, ചോദ്യങ്ങളും എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ പൊതുവേ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ അപ്ലൈ ചെയ്താൽ മതിയാവും, എല്ലാ ആൾക്കാരും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഓഡിഷൻ ചെയ്തും പിന്നെ ഫ്രണ്ട്സൊക്കെ റെഫർ ചെയ്തൊക്കെ കിട്ടിയ 4 ആൾക്കാരാണ്. ഇവരെ നമ്മൾ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇവർ ഓക്കെയാണ്. അപ്പോൾ അവരോട് ആദ്യം കഥ പറയുന്നു. കഥയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ സെക്കൻഡ് ലെയറിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇവരെന്താണ് സംസാരിക്കേണ്ടത്, ഇവരാരാണ്, ഒരു ബാക്ക് സ്റ്റോറി ഇവരെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഇവരുടെ ജനനം തൊട്ടുള്ള കാര്യങ്ങൾ, അവരുടെ അച്ഛൻ്റെ പേരെന്താണ്, അമ്മയുടെ പേരെന്താണ്, അവരുടെ കാസ്റ്റും ഒക്കെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ്. അതെല്ലാം അവരെ കൊണ്ട് തന്നെ ചെയ്യുന്നു. പിന്നെ ക്യാരക്ടർ സ്വിച്ച് ചെയ്യിപ്പിക്കുന്നു. അമ്മ പറയേണ്ടത് മകൾ പറയുന്നു, അച്ഛൻ പറയേണ്ടത് ഇപ്പുറത്തെ ഫാമിലിയിലെ മകൾ പറയുന്നു. ആ രീതിയിൽ ക്യാരക്ടറൊക്കെ സ്വിച്ച് ചെയ്ത് അങ്ങനെ ഒരാഴ്ച കൊണ്ട് സ്വയം മനസ്സിലാക്കുക, പരസ്പരം മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ ചെയ്തെടുത്ത കാര്യം. അതുകൊണ്ടാണ് അവർക്ക് സ്വാഭാവികം എന്നോണം അവർക്ക് സംസാരിക്കാൻ പറ്റിയത്. എപ്പോഴും രസകരമായിട്ടുള്ള കാര്യമാണ്, സിനിമ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. കുറേ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പകുതി വരെ ആൾക്കാർ വിചാരിച്ചു വെച്ചത് ഇത് ഒരു ഡോക്യുമെൻ്ററിയാണ്, ഇവരെന്തോ കാര്യങ്ങൾ വന്നിരുന്ന് പറയുന്നു. ഈ 4 ആൾക്കാരും സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷമാണ് സിനിമ നമ്മൾ പൊളിക്കുന്നത്. ഈ പറഞ്ഞ ഇതൊരു ഫിക്ഷനാണ്, ഇവരല്ല. പക്ഷേ ആൾക്കാർക്കത് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്ഷമയെന്ന് പറയുന്നില്ല, അതോ ആൾക്കാരുടെ ചോയ്സാണ്. എന്നാൽ പോലും ഞാൻ പറഞ്ഞത് അത് പക്ഷേ വേറെ അർത്ഥത്തിൽ ആലോചിക്കുമ്പോൾ അതൊരു വിജയമാണ്. കാര്യം നാച്ചുറൽ ആയിട്ടുള്ള അഭിനയത്തിൻ്റെ അങ്ങേയറ്റം എത്തിയത് കൊണ്ടാണ് ആൾക്കാരെ അങ്ങനെ കൺവിൻസ് ചെയ്യാനും അവർ ഇതെന്തോ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകാനൊക്കെ ഉള്ള ഒരു പക്ഷേ അത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ അതേസമയം തന്നെ സിനിമയെ വേറെ തരത്തിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ സംസാരിക്കാം. അതിനു മുമ്പേ അടുത്തൊരു പാട്ട് ഇഷ്ടഗാനം പറഞ്ഞാൽ ഏത് പറയും? ഭാസ്കര മാഷിൻ്റെ തന്നെ ഞാൻ പറയാം. നീലി സാലി എന്ന് പറയുന്ന ആ സിനിമയിൽ നീയല്ല ആരുണ്ട് എന്നോട് പ്രണയപ്പുഴയുടെ ചിറകെട്ടാനെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തുടർച്ചയാണ്. ഒരു നാട് നമുക്ക് ഫീൽ ചെയ്യും. അതിലൊരു ഇമേജൊക്കെ മോഹം പോത്തുപോലെ വളർന്നല്ലോ. ഒരു കാമുകിയോട് കാമുകൻ മോഹത്തിനൊക്കെ പോത്തുപോലെയൊക്കെ കമ്പയർ ചെയ്യുന്നത് ഈ ബഷീറിനൊക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണല്ലോ. അങ്ങനെയുള്ള ഇമേജുകൾ നമുക്ക് അവരുടെ ആൾക്കാരെ കൂടി ഫീൽ ചെയ്യാൻ പറ്റുന്ന പാട്ടാണ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ. താങ്കളുടെ ആദ്യത്തെ സിനിമ 2023 വരുന്നത് ആ ലോകം. റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ 5 കവിതകളും പിന്നെ ഒരു നാടകത്തിൻ്റെയും എടുത്തിട്ടാണത് ചെയ്തിരിക്കുന്നത്. റോബർട്ട് ബ്രൗണിങ് പൊതുവെ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്തിന് ഉള്ള വിഷമങ്ങളുടെ ആശയക്കുഴപ്പങ്ങളുടെയൊക്കെ ഒരു കവിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ് റോബർട്ട് ബ്രൗണിങ്
വിക്ടോറിയൻ കാലഘട്ടം തന്നെ ഒരു അവരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ കാലഘട്ടത്തിലെ ഒരു സന്ദിഗ്ധതയുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കൊളോണിയലിസത്തിൻ്റെയൊക്കെ പീക്കാണ്. സയൻസ് ഭയങ്കരമായിട്ട് കയറി വരുന്നു, റിലീജിയനിലോടുള്ള ഒരു ഫെയ്ത്ത് നഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ റിനൈസൻസ് കാലഘട്ടത്തിലോട്ടൊക്കെ പോയി തീമുകളൊക്കെ എടുത്ത് വേറെ തരത്തിൽ കവിതകൾ എഴുതിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ വിക്ടോറിയൻ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ബ്രൗണിങ്ങിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ എഴുതിയ പൈറ്റ് പൈപ്പർ അങ്ങനെയുള്ള കവിതകളൊക്കെ ഇഷ്ടപ്പെട്ട കവിതകളാണ്. പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ദ പാട്രിയോട്ട് എന്ന് പറയുന്ന കവിതയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ PG കാലഘട്ടത്തിലൊക്കെ കൂടുതൽ കവിതകൾ പഠിക്കുന്നുണ്ട്. ഡിഗ്രിക്ക് ഒരു കവിത പഠിക്കുന്നുണ്ട്, ദ ലാസ്റ്റ് റൈഡ് ടുഗദർ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഈ പ്രണയത്തിൻ്റെയൊക്കെ വേറൊരു ഡയമെൻഷനൊക്കെ കൊണ്ടുവരുന്ന കവിതകളൊക്കെയാണ്. പ്രണയം മാത്രമല്ല, ഈ ഹ്യൂമൻ റിലേഷൻസിൻ്റെ അല്ലെങ്കിൽ ഇമോഷൻസിൻ്റെയൊക്കെ ഡെപ്തിലോട്ടൊക്കെ അതിനെ കവിതകളൊക്കെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്നൊക്കെ പറയുന്ന കവിതയിൽ സൈക്കോളജിക്കലാണ് പലതും. മനസ്സിനെ ഭയങ്കരമായിട്ട് ഡൈസെക്റ്റ് ഒക്കെ ചെയ്ത്, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. ആദ്യമേ നമ്മൾ കവിതയല്ലല്ലോ വായിക്കുന്നത്. നമ്മുടെ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഈ മൈ ലാസ്റ്റ് ഡച്ചസിലെ കഥ ഇതാണ് എന്നൊക്കെ രീതിയിലൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കഥ കേട്ടിട്ടൊക്കെ ആയിരിക്കും ഒരു വിഷയം അങ്ങനെയൊക്കെ ആകർഷിക്കപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും ഇങ്ങനെ ഒരു 5 കവിതകളെ ചേർത്ത് വെച്ചിട്ട് ഒരു ആന്തോളജി ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഈ കവിതകളിലൊന്നും ഇന്റർലിങ്കുകളില്ല. കവിതകളെല്ലാം എൻറ്റിറ്റീസ് ആയിട്ട് നിൽക്കുന്ന കവിതകളാണ്. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ 5 കവിതകളെ കൂട്ടി ഇണക്കി ഒന്നിൽ നിന്ന് സ്പിൻ ഓഫ് ചെയ്ത് മറ്റൊന്നിലോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ അതിനെ കണക്ട് ചെയ്ത് ഒറ്റ കഥയാക്കുകയാണ്. അപ്പോൾ ഇതിലെ മൈ ലാസ്റ്റ് ഡച്ചസിലെ ആ ഒരു ഡ്യൂക്ക് ബാക്കി എല്ലാ കഥകളിലെയും ഒരു ഇൻവിസിബിൾ പ്രസൻസ് ആയിട്ടൊക്കെ കടന്നു വരുന്ന പ്രേം സ്വരൂപ് എന്ന് പറയുന്ന അതെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് സിനിമ നമ്മൾ വർക്ക് ചെയ്തെടുത്തത്. മൊത്തം സിനിമയ്ക്ക് അകത്തെ ഒരു സിനിമയായിട്ട് അത് നിൽക്കുന്നു, അതിന് വെളിയിൽ ഞാൻ തന്നെ എഴുതിയ മറ്റൊരു കഥയാണ്. അപ്പോൾ അതിലെ ഈ പറഞ്ഞ ഒരു സംവിധായകൻ്റെ ഒക്കെ ഒരു ലൈഫാണ്. ഒരു ഫെയിൽഡ് ഡയറക്ടറാണ്, ഒരു ലോവർ മിഡിൽ ക്ലാസ്സിലോ ഒക്കെ ഉൾപ്പെടുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിത വ്യതകൾക്കിടയിൽ കലാവിഷ്കാരത്തിനായിട്ട് ശ്രമിക്കുകയും നടക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പോൾ അയാൾ സ്വപ്നം കാണുന്ന ഒരു സിനിമയായിട്ടാണ് ഈ സിനിമയ്ക്കകത്തെ സിനിമ 5 കഥകൾ ചേർന്ന് വരുന്ന കഥ വരുന്നത്. വെളിയിലുള്ള സ്ട്രക്ചറിലാണ് നജീബ് മഹ്ഫൂസിൻ്റെ ദ നോർവീജിയൻ റൈറ്റ് എന്ന് പറയുന്ന കഥയെ നാടകമായിട്ട് ഇയാളൊരു നാടക നടനെ സ്റ്റോക്ക് ചെയ്യുകയാണ്, പിന്തുടർന്ന് അയാളോട് കഥ പറഞ്ഞൊരു നാടകമാക്കാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. അപ്പോൾ അതൊന്നും നടക്കുന്നില്ല. പിന്നെ അയാളെ പോലും മീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഇയാൾക്കില്ല. അപ്പോൾ അങ്ങനെ ഇയാളെ മീറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ ഇയാൾ സ്വപ്നം ഇല്ല, അയാളുടെ സ്വപ്നമായിരുന്നു. അവസാനമാണ് അത് മനസ്സിലാവുന്നത്. ഇയാൾ തന്നെ സിനിമയും സ്വപ്നം കാണുന്നു. ഇയാളുടെ സ്വപ്നത്തിൽ സംഭവിക്കുന്ന ഒരു സിനിമ, അങ്ങനെ ഒരു സ്ട്രക്ചർ ഗ്രാജുവലി രൂപപ്പെട്ടു വന്നതാണ്. അതിൻ്റെ സ്ക്രീനിൽ ഏതാണ്ട് നടുവിലായി വീണ്ടും ചെറുതായി 2 സുഹൃത്തുക്കളിരുന്ന് സംസാരിക്കുന്ന ഒരു കൂട്ടിലകപ്പെട്ട രീതിയിലാണ് സിനിമ തുടങ്ങുന്നത്. അദ്ദേഹം ഒരുപാട് വിശാലമായി സ്വപ്നം കാണുകയും എന്നാൽ ആ കളികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതും. അതെ, അതൊരു ആസ്പെക്ട് റേഷ്യോയുടെ ഒരു എക്സ്പെരിമെന്റ്സ് അങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സിനിമ ത്രൂ ഔട്ട് കാണുന്ന സമയത്ത് 3 വലിപ്പത്തിലാണ് നമ്മൾ സ്ക്രീന് കാണുന്നത്. സിനിമയ്ക്കകത്തെ സിനിമാസ്കോപ്പ് ആസ്പെക്ട് റേഷ്യോ ആണ്. പിന്നെ ഇയാളുടെ സ്വപ്നങ്ങളെല്ലാം ഒരു സാധാരണഗതിയിൽ ഒരു ഡോക്യുമെൻ്ററിയിലൊക്കെ ആവിഷ്കരിക്കുന്ന കുറച്ചുകൂടെ ഇടുങ്ങിയ ഒരു ആസ്പെക്ട് റേഷ്യോയും, പിന്നെ ഇയാളുടെ സ്വപ്നങ്ങളിലെല്ലാം ഈ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ ചെറിയ ഒരു കള്ളിക്കകത്തുള്ള അങ്ങനെ 3 ആസ്പെക്ട് റേഷ്യോ വരുന്ന, അത് മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷമുണ്ട് അങ്ങനെ പറഞ്ഞാൽ. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ച അചൽ എന്ന് പറയുന്ന എപ്പിസോഡിലാണെന്ന് തോന്നുന്നു. അചലിൻ്റെ കാമുകിക്ക് വേണ്ടിയിട്ട് പടം വരയ്ക്കുകയാണ് അദ്ദേഹം. അവർക്കിടയിൽ എന്തോ നിരസങ്ങളുണ്ടെന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ വ്യക്തമാണ്. ഒരു ചായടാനോ മറ്റോ അടുക്കളയിലേക്ക് പോകുമ്പോഴും അയാൾ ആ ഫ്രെയിമിൽക്കുള്ളിൽ കുടുങ്ങിയിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അത് താങ്കൾ വളരെ ഈസി ആയിട്ട് ഈ വാതിൽപ്പടി കൊണ്ട് തന്നെയാണ് കുടുക്കുണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അത്തരത്തിൽ ആ ഒരു എപ്പിസോഡിൽ മാത്രം അദ്ദേഹം ഏറ്റവും അവസാനത്തെ ഫ്രെയിമിലേക്ക് നമ്മൾ പുറത്തേക്ക് രക്ഷപ്പെടുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ കൂടി അയാൾ വീണ്ടും ഒരു വാതിലിൻ്റെ ഫ്രെയിമിനകത്ത് അടയ്ക്കപ്പെടുകയാണ് എന്ന് തോന്നി. ഈ പറഞ്ഞ പോലെ അയാളുടെ ജീവിതത്തിലെ ഒരു ഇടുക്കമാണ് ആ ഫ്ലാറ്റിനകത്തെ ജീവിതം കാണിക്കുന്നത്. കാമുകിയെ അയാൾക്ക് തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല, സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ആ ഒരു ഞെരുക്കത്തെ ഫീൽ ചെയ്യിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമമായിരുന്നു. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോലും അധികം നടക്കുന്നില്ല. അതിൽ ഇടയ്ക്ക് കുറേ സൈലൻസ് ഉണ്ട്. ഇയാൾ പാട്ട് കേൾക്കുന്നു, അപ്പോൾ പാട്ട് ഇയർഫോണിലൂടെയൊക്കെ പുറത്ത് വരുന്നു എന്നൊക്കെ പറയുന്ന കുറേ സംഗതികൾ ലാഗിലൂടെയൊക്കെ തന്നെ ഞങ്ങൾ അതിലൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ്രി ഡെസാൽട്ടോ ഇതിനകത്ത് ഒരുപക്ഷെ മാൻ ഷുഡ് എക്സീഡ് ഹിസ് ഗ്രാസ്പ് ഓർ വാട്ട്സ് ഹെവൻ ഫോർ എന്ന് പറയുന്ന വരിയാണ് പൊതുവേ കോട്ട് ചെയ്ത് കേട്ടിട്ടുള്ളത് ആ കവിതയിൽ നിന്ന്. പക്ഷേ താങ്കൾ സെലക്ട് ചെയ്ത് പോകുന്നത് മൈ ഫേസ് മൈ മൂൺ മൈ എവരിബഡീസ് മൂൺ എന്നുള്ള വരികളിലേക്കാണ്. ഈ കവിതകളെല്ലാം തന്നെ താങ്കൾ വയ്ക്കുന്നത് തുടക്കത്തിലല്ല, വരികൾ ഓരോ എപ്പിസോഡിൻ്റെയും അവസാനം വെക്കുകയും ചെയ്യുന്നത്. അത് ബോധപൂർവമായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു ഉദ്ദേശം? തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ചില വരികളാണ്. ഈ പറഞ്ഞ പോലെ മൈ മൂണെന്ന് ഒരേ സമയം വിളിക്കുകയും എൻ്റെ മൂണെന്ന് വിളിക്കുകയും അതേസമയം അവൾ എല്ലാവരുടേതും ആണെന്നുള്ള ഒരു മധ്യവയസ്സിലെത്തിയ ഇവർ ഏജ് ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പുരുഷന്റെ ഒരു ആശങ്കയൊക്കെയാണ്. എൻ്റെതാണെന്ന് പറയുകയും അതേസമയം മറ്റുള്ളവരുടേതാണോ എന്ന് കൂടി ശങ്കിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് തുടക്കത്തിൽ പറഞ്ഞു പോയാൽ കഥ ആദ്യമേ പറയുന്നത് പോലെ ആവും എന്നുള്ള ഒരു ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ അവസാനം വെച്ചത്. അതേപോലെ ഈ മൈ ലാസ്റ്റ് ഡച്ചസിലെയും ഈ പറഞ്ഞ പോലെ ഞാൻ കമാൻഡ് ചെയ്യുകയും ഓൾ ഹെർ സ്മൈൽ എൻഡഡ് എന്ന് പറയുന്ന ഒരു സംഭവം. കവിതയിൽ കൂടുതൽ ആൾക്കാർ കോട്ട് ചെയ്യുന്നതല്ല, എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ മൈ ലാസ്റ്റ് ഡച്ചസിലെ ആ വരികൾ തന്നെയാണ്
തന്നെയാണ് വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള വരികളാണ് അത്. കവിതകളിലെ അവസാനത്തെ കവിത എപ്പിസോഡ് ജെനിത്താണ്. ആ ജെനിത്ത് നമ്മൾ വല്ലാതെ വേട്ടയാടും. അത് ഒരു പ്രണയമാണ് പറയുന്നത്, ഏറ്റവും പൊസസീവായിട്ടുള്ള ഒരു പ്രണയം. അതും ഒരു പ്രണയ കവിതയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആ കവിതയിൽ നിന്ന് ആ കവിതയിലുണ്ട് ആ പൊസസീവ്നെസ്. അത് ഒരു മരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിൽ വരെ എത്തുന്ന തരത്തിലുള്ള ഒരു പ്രണയം. അതെങ്ങനെയാണ് പറയാൻ പറ്റുക? ഈ പറഞ്ഞ പോലെ പൊർഫീരിയസ് ലവർ എന്ന് പറയുന്ന ബ്രൗണിങ്ങിന്റെ കാലഘട്ടത്തിൽ അത് ഇംഗ്ലണ്ടിലെ സാമൂഹ്യമായിട്ടുള്ള സാഹചര്യമാണ്. ഈ ക്ലാസ്സിന് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഇവിടെ പിന്നെ കാസ്റ്റ് എന്ന് പറയുന്ന സംഗതിയില്ല. അപ്പർ ക്ലാസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് തനിക്ക് ആ കുട്ടിയെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കഴിയുമോ, അവൾ തൻ്റെതായിട്ട് തുടരുമോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത അയാളെ വേട്ടയാടുക, അതിന് പരിഹാരമായിട്ട് കണ്ടെത്തുന്ന അവളെ കൊന്നുകളയുക എന്നുള്ള അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നു. കൊല്ലുന്നതായിട്ടാണ് കവിതയിലുള്ളത്. മലയാളത്തിലോട്ട് വരുന്ന സമയത്ത് കാസ്റ്റിന്റെ ഒരു ഇഷ്യൂ കൂടെ, ഇൻഫീരിയോറിറ്റി കൊണ്ടുപോയി. അത് സാമൂഹ്യമായിട്ടുള്ള സൃഷ്ടിയാണ്, അയാളുടെ കുഴപ്പമല്ല. അതിനോടൊപ്പം തന്നെ അയാൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ട് കൂടി. അയാളുടെ ഒരു സ്വപ്നമായിട്ടാണ്, അയാൾക്ക് ഒരു നിമിഷം ഉണ്ടാകുന്ന ചിന്ത. സത്യത്തിൽ അമൃത ആ സമയത്തും അവിടെ വന്നിട്ടില്ല. അയാൾ എന്തോ ശബ്ദം കേട്ട് വെളിയിലിറങ്ങി പോകുന്ന സമയത്ത് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഏതോ സമയത്ത് അയാളിൽ ഉണ്ടാകുന്ന ആശങ്കകളാണ്. ഒരേ സമയം അമൃതയെ സ്വന്തമാക്കാനായിട്ട് സെനിത്ത് ആഗ്രഹിക്കുന്നു, ജീവിതത്തിൽ കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രണയത്തിന്റെ ഒരു ഫ്രീഡം ജീവിതത്തിൽ വരുന്ന സമയത്ത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത് കാരണം എന്നും പ്രണയത്തിന്റെ പരകോടിയിൽ തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് അവളുടെ മരണത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. ജീവിച്ചു കഴിഞ്ഞാൽ ഈ പ്രണയം നഷ്ടപ്പെടും. പക്ഷേ ഇപ്പം പ്രണയത്തിന്റെ പരകോടി, അതാണ് സെനിത്ത് എന്ന പേരൊക്കെ ഇങ്ങനെ ഇട്ട്, എല്ലാ പേരുകളും അങ്ങനെ കൂടെ സിംബോളിക്കായിട്ട് ഇടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടല്ലോ. അപ്പം പ്രണയത്തിന്റെ പരകോടിയിൽ ഇപ്പോഴുള്ള അവസ്ഥയാണ്. അവളങ്ങ് മരിച്ചുപോയാൽ പ്രണയം ശേഷിക്കും എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ ചിന്തയാണത്. പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെ ഒരു റിയാലിറ്റി ആയിട്ട് അവതരിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ജീവിതം മുമ്പോട്ട് പോകേണ്ട അങ്ങനെയല്ല. അതുകൊണ്ടാണ് അതൊരു സ്വപ്നമായത്. താങ്കളൊന്ന് സൂചിപ്പിച്ച പോലെ ഈ പ്രേം, ആസാദ്, ആചൽ, സ്വരാജ്, സെനിത്ത് എന്നൊക്കെയാണ് പേരുകൾ കൊടുത്തിരിക്കുന്നത്. എല്ലാം തന്നെ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതിന്റെ അതൊക്കെ പ്രേം എന്ന് പറയുന്നത് പ്രേമം എന്ന് പറയുന്നത്. പക്ഷേ അതാണോ പ്രേമം എന്നൊരു ചോദ്യം. കാര്യം അതിൽ കാണിക്കുന്നത് പ്രേമമേ അല്ല. അയാളുടെ പർപ്പസിന് വേണ്ടിയിട്ട് തനിക്ക് എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ഭാര്യയെ കണ്ടെത്താനായിട്ടാണ് അയാൾ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ ലോവർ ക്ലാസ്സിലൊരു കുട്ടിയെ തരുന്നത്. പക്ഷേ യഥാർത്ഥ പ്രേമം ഇതാണോ? രണ്ടാമത്തത് ആസാദ് എന്ന് പറയുന്നത്. ആസാദ് എപ്പോഴും സംസാരിക്കുന്ന സ്വാതന്ത്ര്യത്തിനെ പറ്റിയാണ്. പക്ഷേ അയാളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. ആർട്ടിസ്റ്റിക് ഫ്രീഡം കിട്ടുന്നില്ല. പിന്നെ അജൽ എന്ന് പറഞ്ഞാൽ അജലം എന്ന് പറഞ്ഞാൽ മലയെന്നാണ്. പക്ഷേ അയാൾ ഭയങ്കര ചഞ്ചലമാണ്. അതിനുശേഷം സ്വരാജ് എന്ന് പറയുന്നത്. സ്വരാജ് ഈ പറഞ്ഞ പോലെ വേറെ അർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അയാളൊരു കൺവിക്റ്റ് ആണ്. രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് അയാളെ ഈ പ്രേം എന്ന് പറയുന്ന ആൾ കുടുക്കിയതാണ്. അയാളും സ്വാതന്ത്ര്യത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ രാജ്യദ്രോഹി എന്നുള്ള ഇപ്പം രാജ്യസ്നേഹത്തിനെ പറ്റിയൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴേ ഈ രാജ്യത്തിൻ്റെ അതിരുകൾ എന്നൊക്കെ പറഞ്ഞ ഒട്ടും സ്ഥായിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഇന്നത്തെ രാജ്യം നാളെ ഇതുപോലെ ഉണ്ടാവില്ല. പണ്ടത്തെ രാജ്യങ്ങൾ ഇതുപോലെ ആയിരുന്നുമില്ല. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ആശയങ്ങളൊക്കെയാണ് സ്വരാജ് അതിൽ പങ്കുവയ്ക്കുന്നത്. അതും ആ അർത്ഥത്തിൽ സ്വരാജ്യം എന്ന് പറയുന്ന. നമുക്ക് അടുത്തൊരു പാട്ടിനുള്ള സമയമായി. ഏത് പാട്ടായിരിക്കും പറയാം? ഔസേപ്പച്ചൻ സാർ എനിക്ക് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട മ്യൂസിക് ഡയറക്ടറായിട്ട് ഞാൻ കണക്കാക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കമ്പോസ് ചെയ്ത ആദ്യത്തെ പാട്ട്, BGM നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ്. പക്ഷേ കമ്പോസ് ചെയ്ത ആദ്യത്തെ പാട്ട് കാതോട് കാതോരം എന്ന സിനിമയിലെ കാതോട് കാതോരം എന്നുള്ള പാട്ട് ഒരു മാമന്ത്രം. നമുക്ക് ആ പാട്ട് കേൾക്കാം. 3 സിനിമകൾ. ഈ 3 സിനിമകളിലെല്ലാം കഥാപാത്രങ്ങൾക്ക് ഉള്ളതൊരു മോറൽ ആംബിക്വിറ്റി ഉണ്ട്. ആദ്യത്തെ സിനിമയിലായാലും മാറുന്നതുമായി വരുന്ന വിശ്വാസങ്ങൾ വളരെ വ്യക്തമാണ്. ആദ്യ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതുണ്ട്. കൃഷ്ണാഷ്ടമിയിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു മോറൽ ആംബിക്വിറ്റിയെ താങ്കളുടെ സംവിധായകൻ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ആംബിക്വിറ്റി അല്ല സത്യത്തിൽ അവിടെ ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു മനുഷ്യൻ, അയാൾ കലാകാരനാണ്, കവിത എഴുതുകയും ചിത്രങ്ങളൊക്കെ വരികയും ഒക്കെ ചെയ്യുന്ന, അമ്മയെ നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ ഒരു പ്രഷറാണല്ലോ കുടുംബം ഉണ്ടായി ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രഷറിൻ്റെ ഭാഗമായിട്ട് കുടുംബം ഉണ്ടാവുന്നു. പക്ഷേ അതിനുശേഷം അയാൾ കൂടുതൽ വലിയൊരു ട്രാപ്പിലോട്ടാവുകയാണ്. അങ്ങനെ അയാൾ നാട് വിട്ട് കുഞ്ഞിനെയും ഭാര്യയും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് വീട് വിട്ട് പോകുന്നതാണ്. അവർക്ക് വേണ്ടിയിട്ട് പൈസ സമ്പാദിക്കാനായിട്ട് നാട് വിട്ട് പോകുന്നു. മറ്റൊരു നാട്ടിൽ ചെന്ന് കൂടുതൽ പ്രശ്നങ്ങളിലായി ജയിലിൽ അകപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ആംബിഗ്വിറ്റിയുടെ അങ്ങനെയുള്ളൊരു പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. ഇതൊരു സാമൂഹ്യമായിട്ടുള്ള ഒരു ദാരിദ്ര്യത്തിൻ്റെയും അല്ലെങ്കിൽ കലാകാരനായി ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയൊക്കെ ഒരു പക്ഷേ അതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, താങ്കളുടെ സിനിമകളിൽ തുടർച്ചയായി ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണോ എന്നുള്ള നിരന്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. മായ്ന്നു മാറി വരുന്ന വിശ്വാസങ്ങൾ അത് അത്തരം ഡിസ്കഷനായിട്ട് തന്നെ സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു ചിന്ത വരുന്നത് തുടർച്ചയായി? കലയുടെ ഒരു മെയിൻ പർപ്പസായിട്ട് ഞാൻ അങ്ങനെ കണക്കാക്കുകയാണ്. ഇതിനെ സാമൂഹ്യമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരേണ്ടത് കലയുടെ എന്തായാലും ഒരു പർപ്പസ് തന്നെയാണ്. ഈസ്തെറ്റിക്കലായിട്ടുള്ള ഗോളുണ്ട് കലയ്ക്ക്. എന്നാൽ പോലും ഇങ്ങനെയുള്ള മാറ്റം കൊണ്ടുവരിക, ഒരു സിനിമ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഒരു കവിത വായിച്ചതിന് ശേഷം സമൂഹം മാറണം എന്നുള്ള അർത്ഥത്തിലല്ല. സമൂഹത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തെ ഡിസ്കസ് ചെയ്യുകയും അതിനൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുകയും
അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുകയൊക്കെ ചെയ്യണം. ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്ന കലയുടെ ഒരു ഇതല്ല, അത് ഒരു പക്ഷേ രാഷ്ട്രീയക്കാരൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹ്യമായിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക, സമൂഹത്തിനെ ആകെ ഡിസ്കഷന് പ്രേരിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കലയ്ക്കുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലായിരിക്കാം ഞാൻ ഈ ചോദ്യങ്ങൾ അതിൽ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രശ്നങ്ങളെയൊക്കെ ആദ്യം തിരിച്ചറിയുന്നത് ഒരുപക്ഷെ അവരായിരിക്കാം. ഈ കലാകാരന്മാർ അതിന് വേണ്ടിയിട്ട് കല്ലെറിയപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാ സിനിമകൾക്ക് മുമ്പ് ഒരു വർക്ക്ഷോപ്പ് പോലുള്ള ഒരു സെഷൻ ഉണ്ടാവാറുണ്ട്. അതങ്ങനെ പ്ലാൻ സംഭവിക്കുന്നതാണോ? എനിക്ക് തോന്നുന്നു ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ആയതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഒരു താരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ അവർ വർക്ക്ഷോപ്പിന് വരണോ നിർബന്ധമല്ലേ. വെളിയിലൊക്കെ സിനിമകളൊക്കെ സംഭവിക്കുമ്പോൾ ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ്ങോ അല്ലെങ്കിൽ വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഓഡിഷൻ പ്രോസസ്സും ഒക്കെ നടത്തിയിട്ടൊക്കെ തന്നെയാണ് സിനിമകൾ ചെയ്യുന്നത്. പിന്നെ ഈ വരുന്ന ആൾക്കാർ പലപ്പോഴും പുതിയ ആൾക്കാരൊക്കെ ആയിരിക്കും. ഇപ്പോൾ ആലോകത്തിൽ അഭിനയിച്ച അഭിജിത്ത് അതിനുശേഷമൊക്കെ നമ്മുടെ കൂടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കൂടെ ഉള്ള ആളാണ്. പക്ഷേ അഭിജിത്ത് അതിന് മുമ്പായിട്ട് ഒരു സിനിമയിലൊക്കെയാണ് നീള റോളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് അതിൽ തന്നത്. പക്ഷേ ആ ബെസ്റ്റ് പെർഫോമൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടതിന് അവരെ കോൺഫിഡൻ്റ് ആക്കുക. ഞാനൊരു സിനിമ ചെയ്യുന്നു, എനിക്ക് സ്വയം കോൺഫിഡൻ്റ് ആവുക. ഈ ക്രൂ മിക്ക ആൾക്കാരും, പ്രധാനപ്പെട്ട ക്രൂവിലുള്ള ആൾക്കാരെല്ലാവരും വർക്ക്ഷോപ്പിലും നിർബന്ധമായിട്ട് അവരെ പങ്കെടുപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും പരസ്പരം മനസ്സിലാക്കാനും അല്ലെങ്കിൽ സ്വയം ഒന്ന് പ്രിപ്പയർഡ് ആവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷൻ എന്നുള്ള രീതിയിലാണ് വർക്ക്ഷോപ്പിനെ കാണുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇത്തവണയും ഒക്കെ അതുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജീവചേട്ടൻ ഇത് വരുന്നുണ്ട്. പുള്ളി കൂടി വർക്ക്ഷോപ്പിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരോടൊപ്പമൊക്കെ പങ്കെടുക്കുകയും അവർക്കൊരു പരസ്പരം ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഒക്കെ പറ്റിയിട്ടുണ്ട്. വിരാഗം എന്നൊരു തിരക്കഥ താങ്കൾ എഴുതിയിട്ടുണ്ട്. സിനിമയിലേക്ക് വരാൻ തുടക്കം അതായിരുന്നു? വിരാഗം സത്യത്തിൽ തിരക്കഥയെന്ന് പൂർണ്ണാർത്ഥത്തിൽ പറഞ്ഞുകൂടാ. തിരക്കഥയിലെ ഡയറക്ടറുമായിട്ട് ചേർന്നിട്ട് അതിൻ്റെ ഒരു സംഭാഷണങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനിന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റിസർച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ശരിക്കും സമയം നമുക്ക് കിട്ടുന്നുണ്ട്, മെയിൻ വർക്കിലോട്ട് കടന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വീട്ടിലിരുന്ന് സിനിമകൾ കാണുക, ഫിലിം സൊസൈറ്റികളിൽ പോയി സിനിമ കാണുക, തിരുവനന്തപുരത്ത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള ഈ ക്ലാസിക് സിനിമകൾ, അന്ന് ഈ പറഞ്ഞ പോലെ ഈ ടെലഗ്രാമൊന്നും അത്ര ഇതായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് പോയി കാണുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ സിനിമയെ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്യുന്ന സമയത്താണ് ഒരു സിനിമാസ് എന്ന് പറയുന്ന ഒരു ഫിലിം സൊസൈറ്റി അവരുമായിട്ട് പരിചയപ്പെടാനും. അപ്പോൾ അവരുടെ ഒരു പ്രൊഡക്ഷനായിരുന്നു, അവരുടെ തന്നെ മെമ്പേഴ്സായിരുന്നു അതിൽ അഭിനയിച്ചിരുന്നതും. കഴിയാവുന്നിടത്തോളം ടെക്നിക്കൽ ക്രൂവും അവരൊക്കെ തന്നെയായിരുന്നു. അവൈലബിൾ അല്ലാത്ത ആൾക്കാർ മാത്രമാണ് പിന്നെ വെളിയിൽ നിന്ന് എടുത്തത്. പിന്നെ അങ്ങനെയുള്ള ഒരു സംഭവിച്ച ഒരു സിനിമയായിരുന്നു. പക്ഷേ ആ സിനിമയിൽ ഈ സംഭാഷണങ്ങൾ എഴുതി കൊടുക്കുന്നു. അതിനുശേഷം 10 ദിവസം നീണ്ടുന്ന ഒരു ഷൂട്ടിംഗ് ആയിരുന്നു അതിനുള്ളത്. തിരുവനന്തപുരത്ത് തന്നെയാണ് ചെയ്തത്. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. സിനിമയുടെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ എന്നല്ല ഉദ്ദേശിച്ചത്, അതിൻ്റെ കൂടെ നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ ദൂരെ നോക്കി കാണാനും വിത്തൗട്ട് എനി ടെൻഷൻ എനിക്കതെല്ലാം മനസ്സിലാക്കാനായിട്ട്. നമുക്ക് അവസാനത്തെ പാട്ടിന് സമയമായി. ഏത് പാട്ടായിരിക്കും പറയുക? കടലമ്മ ആ സോങ് ഉണ്ടല്ലോ, വേടൻ മ്യൂസിക് ചെയ്ത കൊണ്ടൽ എന്ന സിനിമയ്ക്ക് വേണ്ടി വരികൾ എഴുതി സാംസിയസും വേടനും ചേർന്ന് സംഗീതം ചെയ്ത ആ പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ. നമ്മൾ സമയം ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. ഈ സിനിമകൾക്കെല്ലാം ഇപ്പോൾ ആലോകം നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. മാറി വരയുന്ന നിശ്വാസങ്ങളിൽ നമുക്ക് എവിടെ കാണാൻ കഴിയും? അതുപോലെ കൃഷ്ണാഷ്ടമി നമുക്ക് തിയേറ്ററിൽ കാണാൻ കഴിയുമോ? എങ്ങനെയാണത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ആലോകം സത്യത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയാണ്. പക്ഷേ ഏറ്റവും എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ്. ആദ്യത്തെ സിനിമയ്ക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. മാറി വരയുന്നു നിശ്വാസങ്ങൾ സിനിമയുടെ പ്രൊമോഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അതിൻ്റെ ക്രൗഡ് ഫണ്ടിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുമൊക്കെ ആ സിനിമ അയച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഫണ്ട് റേസ് ചെയ്തത്. സിനിമ ഇപ്പോൾ 3 യൂട്യൂബ് ചാനലുകളിൽ അവൈലബിൾ ആണ്. മിനിമൽ സിനിമയുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. പിന്നെ വല്ലത്ത് ആ യൂട്യൂബിൻ്റെ ചാനലിലും അവൈലബിൾ ആണ്. പിന്നെ എൻ്റെ തന്നെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ യൂട്യൂബിൽ ആലോകം റേഞ്ചസ് ഓഫ് ഫിഷൻ മൂവി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആ സിനിമ കാണാനായിട്ട് പറ്റും. മായുന്നു ഇപ്പോഴും ചില ഫെസ്റ്റിവലുകളിലൊക്കെ എൻട്രിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഒരു വർഷം കഴിഞ്ഞ് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ അത് മിക്കവാറും യൂട്യൂബിൽ തന്നെ റിലീസ് ചെയ്യാനാണ് സാധ്യത. OTTയിൽ നിന്ന് ഞങ്ങൾ നോക്കുന്നില്ല. കാര്യം ഇപ്പോൾ കൃഷ്ണാഷ്ടമിയുടെ തിരക്കിലായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫെസ്റ്റിവൽ സാധ്യതകളൊക്കെ അന്വേഷിക്കുന്നതിൽ കുറച്ച് ഇതെല്ലാം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്നുള്ളൊരു പരിമിതിയുണ്ട് അതിന്. പക്ഷേ ഞാൻ ആരെങ്കിലും സിനിമ പേഴ്സണലി ചോദിച്ചാൽ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും പ്രൊഡ്യൂസേഴ്സൊന്നും ഇല്ലാത്തൊരു സിനിമ ആയതുകൊണ്ട് ചോദിക്കുന്ന ആൾക്കാർക്ക് സിനിമ അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ടാൽ ആ സിനിമ കാണാനായിട്ട് പറ്റും. കൃഷ്ണാഷ്ടമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിലേക്ക് ആണ് അതിൻ്റെ ഒരു പ്രൈമറി ആ ടാർഗറ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം ഫെസ്റ്റിവലുകൾക്ക് അയക്കുക കഴിയുന്നിടത്തോളം അങ്ങനെ ഒരു വേദിയിലോട്ട് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ടിനൊക്കെ ശേഷം തിയേറ്റർ റിലീസോ ബാക്കി OTTസോ ഒക്കെ നോക്കാം എന്നുള്ളതാണ്. ക്രൗഡ് ഫണ്ടഡ് ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യവും ഒരുപക്ഷെ അതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നല്ല സിനിമകൾ, സിനിമാ പ്രേമികൾ താങ്കളോടൊപ്പം ചേർന്നുണ്ടാകട്ടെ. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ചർച്ച ചെയ്യാൻ മറ്റൊരു അധ്യായത്തിൽ തീർച്ചയായും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു. ചലച്ചിത്ര സംവിധായകൻ അഭിലാഷ് ബാബു അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നിർവഹണം മനേഷ് MP, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.